CPM-ന് പിന്നാലെ സമ്മേളനങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് CPI-യും. 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾക്ക് ജനുവരിയിൽ തുടക്കമാകും. ഇടതുമുന്നണി ബന്ധമുപേക്ഷിച്ച് CPI പുറത്തുവരണമെന്ന തരത്തിൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന അനൌദ്യോഗിക ചർച്ചകൾ സമ്മേളനത്തിലും ഉന്നയിക്കപ്പെട്ടേക്കാം. സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കാനിരിക്കുന്ന പാർട്ടി രേഖയിൽ ഇത് സംബന്ധിച്ച ചില പരാമർശങ്ങൾ ഉൾപ്പെട്ടേക്കുമെന്നും കരുതപ്പെടുന്നുണ്ട്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളും തുടർന്നുള്ള മാസങ്ങളിൽ ലോക്കൽ, മണ്ഡലം, ജില്ലാ സമ്മേളനങ്ങളും നടക്കും. ഇത് സംബന്ധിച്ച തീരുമാനം ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു. ഇത്തവണ ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനം നടത്താനാണ് തീരുമാനം. പാർട്ടിക്കുള്ളിൽ നിലവിലുള്ള വിഭാഗീയ ചേരിതിരിവ് സമ്മേളനങ്ങളിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത എത്രത്തോളമാണെന്നും കണ്ടറിയേണ്ടതുണ്ട്. നിലവിൽ പാർട്ടിയിലെ ഒരു MLA UDF-മായി ചർച്ച നടത്തിയെന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. വടക്കൻ ജില്ലകളിലെ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാത്രമാണ് പാർട്ടി ഇതിനെ നിലവിൽ വിലയിരുത്തിയത്. ഇതടക്കം എല്ലാ കാര്യത്തിലും സമ്മേളനങ്ങൾ പാർട്ടി പരിശോധിക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിലുണ്ടായ തോൽവി പാർട്ടി ആഴത്തിൽ പരിശോധിച്ചിരുന്നു. പൂരം കലക്കി BJPക്ക് ജയിക്കാൻ പോലീസ് വഴിയൊരുക്കിയെന്ന് നിയമസഭയിലടക്കം CPI ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് സർക്കാർ നടത്തുന്ന അന്വേഷണം എങ്ങും എത്തിയിട്ടുമില്ല. തിരുവനന്തപുരം മണ്ഡലത്തിൽ പന്ന്യൻ രവീന്ദ്രന് വേണ്ടി CPM കളത്തിലിറങ്ങിയില്ല എന്നതും ഇടതു വോട്ടുകൾ BJPയിലേക്ക് ചോർന്നുവെന്നും വിലയിരുത്തലുകളുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ വയനാട് ഉപതെരഞ്ഞെടുപ്പിലും CPI സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ CPM വേണ്ടത്ര സഹകരിച്ചില്ല എന്ന ആരോപണം വയനാട് ജില്ലാ സെക്രട്ടറി തന്നെ ഉന്നയിച്ചിരുന്നു. ഇക്കാര്യങ്ങളിലെല്ലാം CPM-നോട് CPIക്ക് അമർഷമുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ CPI നേതൃത്വം വേണ്ടത്ര ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നില്ല എന്ന പരാതിയും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ CPI-യും CPM-ഉം തമ്മിൽ കനത്ത വിഭാഗീയത ഉണ്ടായിരുന്നു. CPM-നെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPI രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തിരിച്ചടി CPM-നുണ്ടായപ്പോൾ, പ്രത്യേകിച്ചും ഇടതുമുന്നണിക്ക് ഉണ്ടായപ്പോൾ അതിലും CPI തങ്ങളുടെ നിലപാട് പരസ്യമായി വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ സംബന്ധിച്ച് അഥവാ ഇടതുമുന്നണിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിണറായി വിജയന്റെ ധാർഷ്ട്യമാണെന്നും സർക്കാരിന്റെ ചില പ്രവൃത്തികൾ മൂലമാണെന്നുമുള്ള നിരവധി വിമർശനങ്ങൾ ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ തലപൊക്കിയിരുന്നു. അത്തരമൊരു യോഗത്തിൽ പോലും കൃത്യമായി തന്നെ എണ്ണി പറഞ്ഞുകൊണ്ട് നിലപാട് സ്വീകരിച്ചത് CPI ആണ്. CPIക്ക് ശേഷം പിന്നീട് RJD-യും നിരവധി വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷേ അപ്പോഴും CPI തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും ജനങ്ങൾക്കുള്ളിൽ അമർഷമുണ്ട് എന്നും വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെന്നും പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചതാണ്. അതിനുശേഷം വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണെങ്കിൽ പോലും, പിന്നീട് MLA മുകേഷിനെ CPM സംരക്ഷിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും CPI തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. മുകേഷിനെ CPM സംരക്ഷിക്കുന്നത് അത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്നുള്ള സൂചനകളും CPI നൽകിയതാണ്. പക്ഷേ എന്നിട്ടും കാര്യമായ ഗൗരവത്തിൽ തന്നെ സർക്കാർ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൈക്കൊണ്ടില്ല എന്ന പരാതിയും CPIക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല, EP ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കനത്ത പ്രതിഷേധം CPI രേഖപ്പെടുത്തിയതാണ്. EP ജയരാജന്റെ വിഷയത്തിൽ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ കൃത്യമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം CPI ഉറപ്പിച്ചു പറഞ്ഞിരുന്നതാണ്. പക്ഷേ അന്വേഷണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കണ്ണിൽ പൊടിയിടുക എന്ന തന്ത്രം മാത്രമായിരുന്നു CPM എടുത്തിട്ടുണ്ടായിരുന്നത്. EP ജയരാജന്റെ അംഗത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് CPM അതിന് കടിഞ്ഞാണിടുകയായിരുന്നു. പക്ഷേ പിന്നീടും EP ജയരാജൻ വിവാദവും കട്ടൻ ചായയും പരിപ്പാടയും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് തലപൊക്കിയപ്പോഴും CPI ഇതേ നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നതാണ്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും CPM-ന്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഗൗരവത്തിലെടുക്കാത്ത സമീപനമാണ് CPM-ന്റെ പല നിർദ്ദേശങ്ങൾക്കും ഉള്ള മനോഭാവം എന്നത് CPIക്ക് ഉള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള അമർഷമുണ്ട്. എന്നാൽ CPM-ഉമായുള്ള CPI-യുടെ തർക്കത്തിന് പിന്നാലെ CPI-യിൽ തന്നെ വലിയ ചേരിതിരിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. CPI-യുടെ സംസ്ഥാന കൗൺസിലിന്റെ ആസ്ഥാനമായ MN സ്മാരകത്തിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് ദേശീയ ജനറൽ സെക്രട്ടറിയായ D രാജയെ ഒഴിവാക്കിയതാണ് ആഭ്യന്തര തർക്കത്തിനുള്ള കാരണം. സംസ്ഥാനത്തെ പാർട്ടി ആസ്ഥാനത്തെ സുപ്രധാന ചടങ്ങിന് ദേശീയ ജനറൽ സെക്രട്ടറിയെ ക്ഷണിക്കുന്നതാണ് CPI-യിലെ പതിവ്. എന്നാൽ ജനറൽ സെക്രട്ടറി D രാജയെ ഒഴിവാക്കി സംസ്ഥാന സെക്രട്ടറി തന്നെ ഉദ്ഘാടനം ചെയ്യട്ടെ എന്നായിരുന്നു ഉദ്ഘാടന കാര്യത്തിൽ ചർച്ച ചെയ്ത സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചത്. ജനറൽ സെക്രട്ടറിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതല്ലേ ഉചിതമെന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ വെച്ച് മുതിർന്ന നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ നിർദ്ദേശത്തോട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. നേതാക്കൾ വിഷയം ആവർത്തിച്ചപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP-യാണ് മറുപടി പറഞ്ഞത്. സംസ്ഥാന സെക്രട്ടറി തന്നെ ഉദ്ഘാടനം ചെയ്യട്ടെ എന്നായിരുന്നു സുനീറിന്റെ മറുപടി. പാർട്ടിയിലെ കീഴ്വഴക്കം പാലിച്ച് ദേശീയ ജനറൽ സെക്രട്ടറിയെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തതിൽ പാർട്ടി നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. മാത്രമല്ല, ബിനോയ് വിശ്വത്തിനെതിരെ വലിയ തരത്തിലുള്ള പുകച്ചിലുകൾ
ചർച്ചകൾ CPI പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല CPM-ഉമായുള്ള ബന്ധം പരിശോധിച്ചു കഴിഞ്ഞാലും CPIക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം മറ്റു മുന്നണി മാറ്റത്തിനുള്ള ശ്രമം നടത്തുന്നതായുള്ള സൂചനകൾ വന്നിരുന്നു. CPIയുടെ സ്വകാര്യ യോഗങ്ങളിലെല്ലാം തന്നെ ഒരു മുന്നണി മാറ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ വലിയ നേട്ടം കൊയ്യാൻ സാധിക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. CPM-ൽ നിന്നും നിരന്തരമായി ലഭിക്കുന്ന അവഗണന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില നേതാക്കന്മാരും MP-മാരും രംഗത്ത് വന്നിരുന്നു എന്ന വാർത്തകളുണ്ടായിരുന്നു. പിന്നീട് ബിനോയ് വിശ്വം ആ വാർത്തകളെല്ലാം തന്നെ നിഷേധിച്ചിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അത്തരമൊരു യോഗം ചേരലും അത്തരമൊരു ചർച്ചയും ഉണ്ടായി എന്ന കാര്യം വാസ്തവം തന്നെയായിരുന്നു.